ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും വിൺമാറും മറ്റെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും വിൺമാറും മറ്റെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. പെറ്റതള്ള മാറിപ്പോയാലും ഏറ്റു സ്നേഹം തന്നില്ലെങ്കിലും, പെറ്റതള്ള മാറിപ്പോയാലും ഏറ്റു സ്നേഹം തന്നില്ലെങ്കിലും, അറ്റുപോകയില്ലൻ യേശുവിൻ്റെ സ്നേഹം, എൻ്റെ യേശു വാക്കുമാറാത്തോ. അറ്റുപോകയില്ലൻ യേശുവിൻ്റെ സ്നേഹം, എൻ്റെ യേശു വാക്കുമാറാത്തോ. എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും വിൺമാറും മറ്റെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും വിൺമാറും മറ്റെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഉള്ളം കൈയിൽ എന്നെ വരച്ചു, ഉള്ളിൽ ദിവ്യശാന്തി പകർന്നു. ഉള്ളം കൈയിൽ എന്നെ വരച്ചു, ഉള്ളിൽ ദിവ്യശാന്തി പകർന്നു. തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന, എൻ്റെ യേശു വാക്കുമാറാത്തോ. തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന, എൻ്റെ യേശു വാക്കുമാറാത്തോ. എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും വിൺമാറും മറ്റെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. കണ്ണുനീര് തോരും നാളടുത്തു സ്തോത്രം, എൻ്റെ യേശു വാക്കുമാറാത്തോ. കണ്ണുനീര് തോരും നാളടുത്തു സ്തോത്രം, എൻ്റെ യേശു വാക്കുമാറാത്തോ. എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും വിൺമാറും മറ്റെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഈ മൺമാറും വിൺമാറും മറ്റെല്ലാം വാക്കുമാറും, എൻ്റെ യേശു വാക്കുമാറാത്തോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന കർത്താവിൻ്റെ എല്ലാ നല്ല കൃപകളെയും ഓർത്ത് ഹല്ലേലൂയ സ്വർഗ്ഗത്തെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. എല്ലാ ദൈവമക്കളും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലത്തെ നമ്മുടെ മീറ്റിംഗ്, ഇന്നലത്തെ നമ്മുടെ ലൈവ് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എത്ര പേര് വളരെയധികം പ്രാർത്ഥനയോടെ, വളരെയധികം ആഗ്രഹത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് അങ്ങനെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഇടപെടുകയും ഈ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ വരുന്നതോ, നിങ്ങൾ ഒരുമിച്ച് മുട്ടുമടക്കുന്നതോ, നിങ്ങളായിരിക്കുന്ന അതാത് സ്ഥാനങ്ങളിൽ ഈ ഒരു പ്രഭാതത്തിൽ
എഴുന്നേറ്റ് ഈ ലൈവിലായിരിക്കുന്നതൊക്കെ, ഈ വചനം കേൾക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അല്ലേ? ഒരു വലിയ ഓപ്പണിങ് സ്വർഗം ഇന്ന് ഈ പ്രഭാതം നിങ്ങൾക്ക് നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളെയും ചിന്തകളെയൊക്കെ നിങ്ങൾക്ക് എടുത്തു മാറ്റി വളരെ ആഗ്രഹത്തോടെയും വാഞ്ചിയോടും കൂടി നിങ്ങൾക്ക് ദൈവത്തിനുണ്ടായിരിക്കാം. അല്ലേ? ഈ കർത്താവിൻ്റെ വചനം അടുത്തറിയാൻ ശ്രമിക്കുന്ന, ദൈവത്തെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു ദൈവവേദനോട് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അല്ലേ? എന്ത് ചെയ്യാം? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ട് കൊടുക്കുകയും. ഈ ദൈവത്തെ ഏറ്റവും അധികം അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു ദൈവവേദനെ നോക്കിയ ദൈവം പറയുന്നത്, ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഈ കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുന്ന ദൈവം. അതാതു സമയങ്ങളിൽ, അതാതു ദിവസങ്ങളിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു ദൈവം. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്, ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിശയം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. എത്ര പേര് വിശ്വസിച്ച് ആമേൻ പറയും? എത്ര പേര് വിശ്വസിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവനവനെ ഏൽപ്പിച്ചു കൊടുക്കും? എത്ര പേര് ഈ ദൈവത്തെ അടുത്തറിയാൻ ആഗ്രഹിക്കും? അതുകൊണ്ടാണ് ദൈവത്തിനെ അടുത്തറിയുന്നവനോട് ദൈവം പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. ഒരു ഉറപ്പ് തരിക, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നിങ്ങളുടെ സകല ചിന്താകുലവും, ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വേദന ഉണ്ടാകാം, നിരാശ ഉണ്ടാകാം. കർത്താവേ, കഴിഞ്ഞ രാത്രി പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ പകൽ പോലെയാണോ ഇന്നത്തെ പകലും എൻ്റെ ജീവിതത്തിൽ? കഴിഞ്ഞ പകൽ പോലെയാണോ ഇന്ന് ഞാൻ അനുഭവിക്കാൻ പോകുന്നത്? എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നിന്നോട് സംസാരിക്കുക, നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. സങ്കീർത്തനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഹല്ലേലൂയ. ഭയമില്ലാത്ത, ഹല്ലേലൂയ, ഉറക്കമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഭയത്തോടുകൂടി ഇരിക്കുക, ഉറക്കമില്ലാതിരിക്കുക, വേദനയോടുകൂടി ഇരിക്കുക. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുക, ഭയമില്ലാത്തൊരു ഉറക്കം സ്വർഗം നിനക്ക് തരാൻ പോവുക, ധൈര്യമുള്ള ഒരു ഉണർവ് സ്വർഗം നിനക്ക് തരാൻ പോവുക. ഹല്ലേലൂയ. കർത്താവ് നമ്മെ കരുതുന്ന ദൈവമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ, പ്രത്യാശയോടുകൂടി ഉണരുവാൻ ഈ കർത്താവ് നമുക്ക് കൃപ നൽകി തരിക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വസിച്ച് ആമേൻ പറയും? ഹല്ലേലൂയ. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, ശത്രുക്കൾ വെല്ലുവിളി ഉയർത്തി നിൽക്കുമ്പോൾ ദാവീദ് രാജാവ് പറയുക, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കർത്താവ്, നീ എന്നെ താങ്ങുകയാ, നീ എനിക്ക് വേണ്ടി കരുതുകയാണ്, അതുകൊണ്ട് ഞാൻ നിർഭയമായി വസിക്കും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. വെല്ലുവിളികൾ പുറത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ, പിശാച് ചുറ്റും നിന്ന് സാഹചര്യങ്ങളെ മോശമാക്കി തീർക്കുമ്പോൾ, ഹല്ലേലൂയ, ദാവീദ് പറയുക, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നിനക്ക് ഭയമില്ലാത്തൊരു ഉറക്കം വേണമെന്ന്, ഒരു ധൈര്യമുള്ള ഒരു ഉണർവ് നിനക്കുണ്ടാകണം, നല്ലൊരു ധൈര്യത്തോടെ എഴുന്നേൽപ്പാൻ ഒരു പ്രഭാതം നിനക്കുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുക, നിന്റെ സകല ഭാരത്തെയും നിന്റെ സകല പ്രയാസങ്ങളെയും നീ യഹോവയുടെ മേലിടണം. നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നീ ദൈവത്വങ്കിലേക്ക് നിന്റെ വിഷയങ്ങളെ ഒന്ന് സമർപ്പിക്കണം. എത്ര പേര് വിശ്വസിച്ച് പ്രാർത്ഥിക്കും? എത്ര പേര് വിശ്വസിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഈ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും? അങ്ങനെയുള്ള ദൈവവൈദ്യൻ്റെ ജീവിതത്തിലാണ് സ്വർഗം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ദൈവവൈദ്യൻ്റെ ജീവിതത്തിലാണ് കർത്താവ് അതിശയം പ്രവർത്തിക്കാൻ പോകുന്നത്. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുമോ? വിശ്വസിച്ച കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ആ സ്വർഗം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സകല ഹല്ലേലൂയ ഹല്ലേലൂയ ബുദ്ധിമുട്ടുകളെയും തീർത്തു തരുന്നൊരു ദൈവം. നിന്റെ സകല ബുദ്ധിമുട്ടുകളെയും നിന്റെ സകല പ്രയാസങ്ങളെയും വേദനകളെയും ക്രിസ്തുവേശുവിൽ തീർത്തു തരും. നമ്മൾ അതുകൊണ്ടല്ലേ പാടുന്നത്, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്ന് അരുളിയോനെ. അഥവാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ആ പുത്രന്റെ നാമത്തിൽ നിങ്ങൾ എന്തു ചോദിച്ചാലും നമുക്ക് നൽകിത്തരാമെന്നൊരു വാഗ്ദത്തമുണ്ട്. നമ്മുടെ ആവശ്യം എന്താണോ ആ വിഷയത്തിന് മേൽ കരുതുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ പ്രയാസത്തോടെ ഭാരത്തോടുകൂടി ആയിരിക്കുകയാണെങ്കിൽ നിന്റെ ആവശ്യം ഇന്നത്തെ പകൽ എന്താണോ അതിനുവേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നിന്റെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനു വേണ്ടി കരുതുന്ന ഒരു ദൈവം, ആ ആവശ്യത്തിന് നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അത്ഭുതത്തോടെ നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവം. എത്ര പേര് ഇന്ന് ഈ പകലില് ആ ദൈവത്തെ സ്തുതിക്കും? നിങ്ങളുടെ സകല ഭാരവും ആ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിന്റെ ഭാരങ്ങളെ ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ കർത്താവ് നിന്റെ ഭാരത്തെ വഹിക്കുക മാത്രമല്ല, നിന്റെ ആവശ്യങ്ങളിൽ നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടി കരുതുകയും ചെയ്യും. എൻ്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നേക്കാൾ നിങ്ങളെക്കാൾ നന്നായി അറിയാവുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുൻപിലാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ ആവശ്യങ്ങളെ, എൻ്റെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നന്നായി അറിയാവുന്നൊരു ദൈവം. കർത്താവ് ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ പൂർണ്ണമായും നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. മനസ്സിലോ? ഏലിയാവിനോട് കെരൂബിനരികെ ഇരിക്കാൻ പറഞ്ഞവനാ, ഞാൻ നിനക്ക് വേണ്ടി കാക്കകളെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞവനാ. ഏലിയാവിന്റെ വിശപ്പിനനുസരിച്ച് കാക്കകൾ എന്ത് ചെയ്തു? ഏലിയാവിന് വേണ്ടി ആഹാരം കൊണ്ടു കൊടുക്കാനിടയായി. കേവലം ഒരു കാക്കയെ വെച്ചു തന്നെ ദൈവം എന്ത് ചെയ്തു? ഏലിയാവിനെ പോറ്റിയതാ. ഒക്കെ പോട്ടെ, കേവലം ഒരു പുഴുവിനെ കൊണ്ട്, കേവലം ചെറിയൊരു പുഴുവിനെ കൊണ്ട് യോനായെ പാഠം പഠിപ്പിക്കുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ നീ പോലും പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലൂടെ, നിന്റെ സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ പോലും നീ പോലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിലൂടെയോ ചില വസ്തുവിലൂടെയോ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ഈ പ്രഭാതത്തിൽ പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസവും ഉറപ്പ് നിനക്കുണ്ടാകണം. ഈ ഉറപ്പും വിശ്വാസവുമാണ് നിന്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളെ, പുതിയ വെളിച്ചത്തെ കൊണ്ടുവരാനിടയായിത്തീരുന്നത്. എത്ര പേര് വിശ്വസിച്ച് പ്രാർത്ഥിക്കും? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു. ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ, നിങ്ങളുടെ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾ തരുന്ന ഒരു ഉറപ്പുള്ള വാഗ്ദത്തം ഈ വചനം തന്നെ ആകട്ടെ. നിങ്ങളുടെ ദൈവമോ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഫിലിപ്പിയ ലേഖനം 4-19 വാക്യം. പ്രൈസ് ഹല്ലേലൂയ. പ്രൈസ്. സങ്കീർത്തനം 34:7 പറയുകയാണ്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവമാണ്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവമാണ്. എവിടെയാണോ നിനക്കൊരു വിടുതൽ വേണ്ടത്, എവിടെയാണോ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിനക്കൊരു മറിവിടം, ഒരു സങ്കേതമായി തീരേണ്ടത്, ഒരു വിടുതൽ വേണ്ടത്, നിനക്കൊരു ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിനക്കൊരു രക്ഷ വേണ്ടത്, അവിടെ തൻ്റെ ദൂതന്മാരെ അയച്ച് അവൻ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമായി. ഇന്നത്തെ പ്രഭാതം എന്നെ കേൾക്കുന്ന ഈ ദൈവമക്കൾക്ക് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ നിറയുന്നൊരു സമയമായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ നീ നേരിടേണ്ടുന്ന ശത്രുക്കളുടെ പീഡകളും പീഡനങ്ങളിൽ നിന്നും തൻ്റെ ദൂതന്മാരെ അയച്ച് നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേര് ഇന്ന് ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നവരായിത്തീരും? ഹല്ലേലൂയ. നിനക്ക് ആവശ്യമായ കാവൽ ചെയ്യേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നാം അറിയാതെ പോലും എന്നെയും നിങ്ങളെയും ചുറ്റിപ്പറ്റി നടക്കുന്ന പല അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മെ തൻ്റെ ദൂതന്മാരെ അയച്ച് കാത്തു സൂക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം അറിയാതെ പോലും എന്നെയും നിങ്ങളെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന്
ഇന്നത്തെ പ്രഭാതത്തിൽ ഹല്ലേലൂയ, നീ മുൻപോട്ട് പോകുന്ന നിന്റെ വഴികളിൽ, നീ ജോലി മേഖലയിൽ കടന്നു പോകുന്നു, നീ മറ്റു പലവിധമായ യാത്രകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിന്റെ യാത്രകളിൽ പതിയിരിക്കുന്ന പല ആപത്തനർത്ഥങ്ങളിൽ നിന്നും തൻ്റെ ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കാലു കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്, നിന്റെ പാദങ്ങൾക്ക് മുറിവേൽക്കാതിരിക്കേണ്ടതിന്, നീ ഓടി തളർന്നു വീഴാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് നിനക്ക് വേണ്ടി അവൻ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലീശ പ്രവാചകനെ ശത്രു സൈന്യം മുഴുവൻ ചുറ്റി വളഞ്ഞപ്പോൾ എലീശയോട്, ഹല്ലേലൂയ, എലീശയുടെ ശിഷ്യനായിരിക്കുന്നവൻ ചോദിച്ചു, യജമാനനെ, നമ്മൾ തീർന്നുപോയി. ശത്രുപാളയം അല്ലെങ്കിൽ ശത്രു നമ്മളെ മുഴുവൻ വളഞ്ഞിരിക്കുന്നു. എന്തു ചെയ്യും? എലീശ ആ ശിഷ്യന്റെ തലയിൽ കൈവച്ചിട്ട്, ദാസന്റെ തലയിൽ കൈവച്ചിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഗേഹസ്ഥ കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? അഗ്നിമയമായ രഥങ്ങളും കുതിരകളാലും, ഹല്ലേലൂയ, ഈ സകല മലനിരകളും നിരന്നു നിൽക്കുകയാ, നിറഞ്ഞു നിൽക്കുകയാ. ഹല്ലേലൂയ. എലീശ പ്രവാചകന്, തൻ്റെ പ്രവാചകന് വേണ്ടി, തൻ്റെ അഭിഷക്തന് വേണ്ടി, തൻ്റെ മകന് വേണ്ടി ശത്രു സൈന്യത്തിന് പിൻപായി ഒരു കൂട്ടം അഗ്നിമയമായ രഥങ്ങളാലും കുതിരകളാലും ദൂത സൈന്യത്തെ ഇറക്കിയ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് നീ വിശ്വസിക്കണം. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്നത്തെ പ്രഭാതം ഒരു പക്ഷേ ശത്രു നിന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്ന പ്രഭാതമാണെങ്കിൽ ആ കെണികളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. തൻ്റെ ദൂതന്മാരോട് അവൻ നിന്നെക്കുറിച്ച് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുക, നിങ്ങൾക്ക് സഹിക്കാവുന്നതിനപ്പുറമുള്ള പരീക്ഷകളാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല? അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നില്ല. നിനക്ക് സഹിക്കാൻ വയ്യാത്ത പരീക്ഷകളാൽ അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നില്ല. കാരണം പരീക്ഷകളിൽ തളർന്നു പോകാത്ത ഒരു കൃപയാൽ അവൻ നിന്നെ നിറയ്ക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പരീക്ഷകൾ വരുമ്പോൾ ഹല്ലേലൂയ, അതിനെ സഹിക്കാൻ ആവശ്യമായ ബലവും അതിൽ നിന്നുള്ള വിടുതലും ദൈവം നിനക്ക് നൽകി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മേൽ പരീക്ഷകൾ വരുമ്പോൾ, നിന്റെ മേൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ സഹിക്കാൻ മാത്രമല്ല, അതിനെ സഹിക്കാൻ ആവശ്യമായ ബലവും അതിൽ നിന്ന് വിടുതലും ദൈവം നിനക്ക് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഇയ്യോബ്, കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ വിഷയമാണ്. ഇയ്യോബ്, ഹല്ലേലൂയ, താൻ പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും അവൻ യഹോവയിൽ ആശ്രയിച്ചു. അവൻ അതിനെ ജയിപ്പാനിടയായി തീർന്നു. ഇരട്ടി നന്മ കൊടുത്ത സ്വർഗം അവനെ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇയ്യോബിനെ അനുഗ്രഹിച്ച ദൈവം എന്നെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കും. ഞാൻ പലപ്പോഴും എൻ്റെ സാഹചര്യങ്ങൾ ഒരു പരീക്ഷയായി തീർന്നപ്പോൾ, എൻ്റെ ചുറ്റുപാടുകൾ എനിക്ക് വലിയൊരു പരീക്ഷയായി തീർന്നപ്പോൾ, ഞാൻ സഹിക്കാൻ കഴിയാത്ത, എനിക്ക് സഹനം അറ്റുപോയ പല സാഹചര്യങ്ങളും വന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാ ഞാൻ പിടിച്ചു നിൽക്കുകയാ. എനിക്ക് നഷ്ടമായതിൻ്റെ, ഞാനിപ്പോൾ വേദനപ്പെട്ടതിൻ്റെ ഇരട്ടി നന്മ എൻ്റെ കർത്താവ് എനിക്ക് നൽകി തരുന്ന പകലാണ് ഇന്നത്തെ പകൽ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. വിശ്വസിച്ച് ആമേൻ പറയാമോ? ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. വിശ്വസിച്ച് ആമേൻ പറയാമോ? ഹല്ലേലൂയ. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുക, ഞാൻ നിന്നെ ഒരിക്കലും ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹ സൽക്കാരം കൊടുത്ത് സ്വീകരിച്ചൊരു നല്ല പിതാവുണ്ട്. ആ പിതാവിൻ്റെ സ്നേഹം നിന്നെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല. ആ പിതാവിൻ്റെ സ്നേഹം നിന്നെ ഒരിക്കലും ഹല്ലേലൂയ മറന്നു കളയുകയില്ല. ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. നിത്യമായൊരു സ്നേഹം. ലോകത്തിലെ ബന്ധങ്ങളൊക്കെ മാറിപ്പോയാലും, ലോകത്തിലുള്ള സകല സഹവാസവും, അത് നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ പല കരങ്ങളും മാറിപ്പോയാലും, അതിലെ ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവത്തിൻ്റെ കരുതൽ എന്നേക്കും നിലനിൽക്കുന്ന കരുതലാ. ഇന്ന് പകൽക്കാലം ആ കരുതലിൻ്റെ കരങ്ങളിലേക്ക്, ആ കരുതുന്ന കരങ്ങളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല പകലിനായി നന്ദി. എൻ്റെ മക്കളെ സ്വർഗം അനുഗ്രഹിച്ചു മാനിക്കണം. അവർക്ക് ആവശ്യമായ നന്മകളാലും സ്വർഗം അവരെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപയും കരുതലും കാവലും കൂടെ ഇരിക്കണം. കർത്താവേ, എല്ലാ ബുദ്ധിമുട്ടുകളും പിശാചിന്റെ തന്ത്രങ്ങളും അവരോട്ട് മാറിപ്പോകട്ടെ.
ഈ പകൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തോടെ അവരെ അനുഗ്രഹിച്ചു മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൃപകളാൽ നിറയ്ക്കണം. സ്വർഗീയ സാന്നിധ്യം അവർ മേൽ വെളിപ്പെടണം. പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ 10:30 മുതൽ നമുക്ക് നമ്മുടെ സഭയിൽ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുകയാണ്. ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും കടന്നു വരാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.